കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നേതാവല്ല എങ്കിൽ പോലും മണിശങ്കർ അയ്യർ എന്നൊക്കെ പറഞ്ഞാൽ കോൺഗ്രസിന്റെ മുഖമായിരുന്നു പാർലമെന്റിൽ. ഈ പഞ്ചായത്ത് രാജ് നടപ്പിലാക്കുമ്പോൾ ആ പഞ്ചായത്ത് രാജ് നടപ്പിലാക്കുന്നതിന് ചുക്കാൻ പിടിച്ച നേതാവാണ് മണിശങ്കർ അയ്യർ. പക്ഷെ പലപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കിയ പ്രസ്താവനകളും മണിശങ്കർ അയ്യർ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി മണിശങ്കർ അയ്യർ വന്നിരുന്നു. കഴിഞ്ഞ ദിവസം മുതിർന്ന നേതാവ് മണിശങ്കർ അയ്യരുടെ പ്രസ്താവന വലിയ ചർച്ചയായി മാറിയിരുന്നു. വിഷൻ 2031 എന്ന പരിപാടിയിൽ പങ്കെടുക്കാനാണ് മണിശങ്കർ അയ്യർ എത്തിയത്. പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി തുടരുമെന്നായിരുന്നു മണിശങ്കർ അയ്യർ പറഞ്ഞത്. കോൺഗ്രസിന്റെ പഴയകാലത്തെ പടക്കുതിര, അങ്ങനെ പറയുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ ഒരു നെഞ്ചുവിങ്ങൽ ഉണ്ടാവും. മണിശങ്കർ അയ്യരെ തള്ളി രമേശ് ചെന്നിത്തല ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. മണിശങ്കർ അയ്യർ കോൺഗ്രസിൽ ഇല്ലെന്ന് AICC തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. So in the presence of the Chief Minister, who I'm sure will be the next Chief Minister, I renew my plea that in order to reinforce Kerala as the best Panchayati Raj state in the country, മണിശങ്കർ അയ്യർ കോൺഗ്രസിൽ ഇല്ല എന്ന് പവൻ ഖേര തന്നെ AICC വക്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പറച്ചിലിന് ഒരു അർത്ഥവുമില്ല. അദ്ദേഹം യോഗത്തിന് വിളിച്ചതിനുള്ള ഉപകാരസ്മരണയായിട്ട് കണ്ടാൽ മതി. അദ്ദേഹം ഈ പാർട്ടിയിൽ ഇല്ലെന്നല്ലേ പവൻ ഖേര പറഞ്ഞത്. പിന്നെന്താണ്? ഗാന്ധിയാണെന്ന് പറഞ്ഞില്ലല്ലോ, അതൊന്നും വലിയ ഭാഗ്യം. അതിൽ ഈ പാർട്ടിയിൽ ഇല്ലാത്ത ഒരാളിനെ പറ്റി ഞാനെന്ത് പറയാനാണ്? കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ലാത്ത ഒരാളാണ്. അത് AICCയുടെ വക്താവ് പവൻ ഖേര തന്നെ പറഞ്ഞു. അതുകൊണ്ട് അതിന് വലിയ വില ഞങ്ങൾ കൽപ്പിക്കുന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിച്ച മണിശങ്കർ അയ്യരെ പുകഴ്ത്തി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ചർച്ചയിൽ പങ്കെടുക്കരുതെന്ന് പലർക്കും കോൺഗ്രസ് നേതാക്കൾ കത്തയച്ചു. എന്നാൽ മണിശങ്കർ അയ്യർ ചർച്ചയിൽ പങ്കെടുത്ത് ഇടതുഭരണം തുടരണമെന്നാവശ്യപ്പെട്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മണിശങ്കർ അയ്യരും തോമസ് ഐസക്കും MB രാജേഷും സംയുക്തമായി ഇന്നുച്ചയ്ക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. റോഷിപാലുണ്ട്. റോഷിപാൽ, ഇത് ഇടതുമുന്നണിയുടെ മറ്റൊരു വിസ്മയമാണോ? മണിശങ്കർ അയ്യരെ കൊണ്ട് തന്നെ അടുത്ത മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തുടരും എന്ന് പറയാനിടയായ ഒരു സാഹചര്യം ഒരുക്കുന്നു. അവിടെ മണിശങ്കർ അയ്യർ തുറന്നു പറയുന്നു 110 സീറ്റോടെ അധികാരത്തിൽ വരും എന്നുള്ള കണക്കുകൂട്ടലൊക്കെ യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വത്തെ അല്പമൊന്ന് ഞെട്ടിച്ചിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിൽ ഇപ്പോൾ സജീവ സാന്നിധ്യമല്ലാത്ത മണിശങ്കരുടെ അഭിപ്രായത്തെ കോൺഗ്രസ് അങ്ങനെ വലിയ ഗൗരവമായിട്ട് എടുക്കുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? രമേശ് ചെന്നിത്തല മണിശങ്കർ അയ്യരെ പൂർണ്ണമായിട്ടും തള്ളുകയാണ്. റോഷി, അരുൺകുമാർ, കോൺഗ്രസ് നേതൃത്വം മണിശങ്കർ അയ്യരുടെ പ്രസ്താവനയെ പൂർണ്ണമായും തള്ളുന്നു. ഇന്നലെ പവൻ ഖേര തന്നെ ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട് വ്യക്തമാക്കിയതാണ്. ഇന്ന് അതുതന്നെയാണ് ആവർത്തിക്കുന്നത്. KC വേണുഗോപാലാകട്ടെ, രമേശ് ചെന്നിത്തലയാകട്ടെ, അവർ ആവർത്തിക്കുന്നതാണ്. പക്ഷേ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധിയാണ്. കാരണം കേരളത്തിലെത്തുന്ന മണിശങ്കർ അയ്യർ സർക്കാരിനെ പുകഴ്ത്തുന്നു. കോൺഗ്രസ് ഒന്നാകെ വലിയ പോരാട്ടത്തിന് തയ്യാറെടുക്കുമ്പോൾ, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള വലിയ പ്രചാരണത്തിന് തയ്യാറെടുക്കുമ്പോൾ ആ ഘട്ടത്തിലാണ് കോൺഗ്രസിനെ പ്രതികൂട്ടിലാക്കുന്ന രീതിയിൽ, കുരുക്കിലാക്കുന്ന രീതിയിൽ മണിശങ്കർ അയ്യർ പ്രസ്താവന. ഇന്ന് 1 മണിക്ക് വീണ്ടും തോമസ് ഐസക്കിനൊപ്പം മണിശങ്കർ അയ്യർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. മുൻ കേന്ദ്രമന്ത്രിയാണ്, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ദേശീയ നേതാക്കളിൽ ഒരാൾ കൂടിയായ മണിശങ്കർ അയ്യർ. പക്ഷേ ഇപ്പോൾ മണിശങ്കർ അയ്യർ പാർട്ടിയിലില്ല എന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം, ഹൈക്കമാൻഡ് വിശദീകരിക്കുന്ന ആ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല അടക്കം പറയുന്നത്. പക്ഷേ CPM മണിശങ്കർ അയ്യരെ കൃത്യമായി ഉപയോഗിക്കുന്നു. കാരണം പ്രധാന കോൺഗ്രസിന്റെ നേതാക്കളിൽ ഒരാൾ മുഖ്യമന്ത്രിയെ പുകഴ്ത്തുമ്പോൾ, മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളെ, സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പുകഴ്ത്തുമ്പോൾ അതൊരു നേട്ടമായി തെരഞ്ഞെടുപ്പിൽ മാറ്റാൻ കഴിയുമെന്ന ഒരു കണക്കുകൂട്ടലാണ്. അത് മുൻനിർത്തിയുള്ള പ്രചാരണങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് വാർത്താ സമ്മേളനം തോമസ് ഐസക്കിനൊപ്പം ഈ മണിശങ്കർ അയ്യരെ കൊണ്ട് നടത്തിക്കുന്നത് എന്നടക്കം സംസാരമുണ്ട്. ഏതായാലും ഇന്ന് 1 മണിക്ക് വീണ്ടും മണിശങ്കർ സർക്കാരിനെ പുകഴ്ത്തുകയും ഒപ്പം കേന്ദ്രത്തെ, ഈ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തെ വിമർശിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ സർക്കാരിന് അനുകൂലമായിരിക്കും. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കുന്നു എന്ന കണക്കുകൂട്ടൽ തന്നെയാണ് LDF-ന്. താങ്ക് യു റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.